അപ്പൊ അങ്ങനെ അറബ് മാഷാണ് വീട്ടിൽ തന്നെ അറിയിക്കുന്നത് പാടും എന്നുള്ളത്. അതിനുശേഷം പിന്നെ അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അച്ഛൻ പിന്നെ എപ്പോഴും എന്നെ കൊണ്ട് പാടിപ്പിക്കുമ്പോൾ അച്ഛനെ അറിയാം ഇവളെ പാട്ട് പഠിപ്പിക്കണം എന്ന് തോന്നിയിട്ട് പിന്നെ ചേച്ചിയുടെ കാര്യത്തിൽ പതിയെ വിട്ടു കളഞ്ഞു. എന്റെ പുറകെ ആയി. പിന്നെ എല്ലാരും എന്നെ ഫോളോ ചെയ്തു. അങ്ങനെ അന്ന് മുതൽ അച്ഛന്റെ പ്രോത്സാഹനമാണ്. അച്ഛൻ പിന്നെ ജീവൻ കളയും. പാട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ എവിടെ ഒരു ചാൻസ് ഉണ്ടെങ്കിലും കൊണ്ടുപോകും, മത്സരിപ്പിക്കും. അവിടെ എല്ലാം പ്രൈസ് മേടിക്കണം. പിന്നെ അടുത്ത റെക്കോർഡിങ്ങിന് പാടണം. റെക്കോർഡിങ്ങിന് ഉള്ള അവസരം എവിടെ കിട്ടിയാലും അച്ഛൻ എത്ര ബുദ്ധിമുട്ടിയാലും കൊണ്ടുപോകും. അങ്ങനെയാവുന്നു ആകാശവാണിയിലെ അതന്നെ. അങ്ങനെ വളരെ ചെറുതിൽ മറ്റേ ബാലലോകം അങ്ങനത്തെ പരിപാടികളൊക്കെ ആകാശവാണിയിലുണ്ടല്ലോ, അതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. ആ സമയത്ത് ട്രിവാൻഡ്രത്തായിരുന്നോ? ഇല്ലല്ല, ഞങ്ങള് അഞ്ചൽ എന്ന് പറഞ്ഞിട്ട് കൊല്ലം ജില്ല അഞ്ചൽ, അവിടെയാണ്. അവിടെ ഒരു ഗ്രാമമല്ലേ, അപ്പൊ അവിടത്തേക്ക് ആൾക്കാരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വളർന്നു വന്നത് കേട്ടോ. എല്ലാം എപ്പോഴും ഇങ്ങനെ ഒതുങ്ങി ഒരിടത്തിരിക്കുക, എങ്ങും വിടത്തില്ല, ഒറ്റയ്ക്കൊക്കെ വിടൂല. അങ്ങനെയൊക്കെ ആയിട്ട് പല ചാൻസുകളും പോയിട്ടുണ്ട്. പിന്നെ എല്ലായിടും അച്ഛൻ തന്നെ കൊണ്ടുപോകണത്.